അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ കാണണം, കേൾക്കണം, അറിയണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓട്ടിസത്തിനെ കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനായിട്ട് ഭാനുമതി ടീച്ചറുടെ അമ്മ എന്ന സംഘടനയുടെ ഭാഗമായി നടന്ന ഒരു നാടകം വല്ലാതെ മനസ്സിനെ ഉലയ്ക്കുന്നതായിരുന്നു. ആ നാടകം നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം. പ്ലേസാണ്. നിങ്ങൾ ഈ ഏപ്രിൽ 2-ന് അവിടെ പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടന സദസ്സിലേക്കും അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്തെ വല്ലച്ചിറയിലാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സജിഷ കല്ലിയത്തിന് ആദരവോടെ ക്ഷണിക്കുന്നു. അംഹ എന്ന സംഘടനയുടെ പേരിൽ നടത്തിവരുന്ന ഈ പരിപാടി ഇവിടെ ചേർപ്പ് പഞ്ചായത്തിൽ എത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ദൈവങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്നാൽ ഭാനുമതി ടീച്ചറെ കണ്ടാൽ ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ ദൈവങ്ങളെ കണ്ടു എന്നുള്ളതിന് തുല്യമാണ്. ഈ പ്രവർത്തനം പറയേണ്ടതാണ്. അവരുടെ മാനസിക വളർച്ചയ്ക്കൊക്കെ വേണ്ടിയുള്ള ഏറ്റവും ക്ഷമയോടെയുള്ള പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ വല്ല അത്ഭുതകരമായി തന്നെ. പ്രിയ ഹരിയേട്ടൻ്റെ മകൾ ശ്രീജ വിളിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഹരി എനിച്ചുണ്ടായിരുന്നു, ജയനു ഉണ്ണിയാമ്പുറത്തുണ്ടായിരുന്നു, പിന്നെ അറിഞ്ഞതും കേട്ടതുമായ നിരവധി ആളുകൾ. ചേർപ്പിലാണ് ഈ പരിപാടി നടന്നത്. വളരെ മനോഹരമായ ഗംഭീരമായ ഒരു പരിപാടി. മുഴുവനായിട്ടുള്ള വീഡിയോ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ പ്രിയനന്ദൻ ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ മുഖ്യാതിഥിയായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം അതിൻ്റെ നോട്ടീസോ അതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ നാടകം നിങ്ങൾ കാണേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് എപ്പോഴോ ആ കുട്ടി നഷ്ടപ്പെട്ടു പോയി. ആ വാർത്തയുടെ വായനയിൽ നിന്നാണ് എൻ്റെ പൊക്കാരം എന്ന് പറയുന്ന നാടകം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. നാടകം ആരംഭിക്കുന്നു. തിരിച്ചറിവ്. കടന്നു വരൂ, നമുക്ക് കാണാം, പാടാം, അടിച്ചു പൊളിക്കാം. എല്ലാവരും ക്ഷമിക്കണം. ഈ ആളുകള് കൂടുന്നിടത്തൊക്കെ അവനിങ്ങനെ അറിയാതെ ഓടി വരും. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ കൊണ്ടുപോണ്ട്, പ്രശ്നമില്ല. കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോവാ. മോനെ വാടാ, വാ. എങ്ങനെ പിറക്കണം, എങ്ങനെ നടക്കണം, നിങ്ങളിൽ വന്നൊരാ ചിന്തയെ ചികയണം, നിങ്ങളിൽ വന്നൊരാ ചിന്തയെ ചികയണം. നാലുപാട് കൂടി നിന്നടക്കമായൊതുക്കുകിൽ തീരുകില്ല തീരുകില്ല ആദികൾ ഒരിക്കലും. സംശയങ്ങളൊക്കെയും ഒരമ്പിനാൽ പിളർക്കണം, വേര് ചീന്തി തടകൾ നീക്കി ഒക്കെയും തളിർക്കണം. സംശയങ്ങളൊക്കെയും ഒരമ്പിനാൽ പിളർക്കണം, വേര് ചീന്തി തടകൾ നീക്കി ഒക്കെയും തളിർക്കണം. ഞാനും എന്റെ ലോകവും ഇപ്പോഴും വിചിത്രമായി നീങ്ങി ഇത്ര കാലവും. ചുറ്റിനും ഇരുട്ടുപോൽ വായുവും വെളിച്ചവും നനച്ചതും ലഭിച്ചിടും. ചുറ്റുമുള്ള മർത്യരാണ് എപ്പോഴും വിദൂരമേ.
പ്രിയമുള്ളവരെ, ഓട്ടിസം ഒരു അസുഖമല്ല, അതൊരവസ്ഥയാണ്. മസ്തിഷ്ക സംവേദനത്തിലും ആശയവിനിമയത്തിലും ഉള്ള തകരാറുകൾ മൂലം അവർക്കുള്ളിലുള്ള ആത്മസംഘർഷങ്ങളും സംശയങ്ങളും സന്ദേഹങ്ങളും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ വാക്കുകളായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് ഇവന്റെ കഥയാണ്. ഇവനെ പോലെയുള്ള അനേകം കുഞ്ഞുങ്ങളുടെ കഥയാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു നിന്നപ്പോ എല്ലാവരും എന്റെ ചേഷ്ടകൾ ശ്രദ്ധിച്ചു. നിമിഷ നേരം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ ചിന്തിച്ചു കാണുമെന്ന് എനിക്കറിയാം. വർഷങ്ങളായി ഞാൻ കാണുന്നതും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി നിങ്ങൾക്ക് തോന്നിയത്? ബുദ്ധിസ്ഥിരതയില്ലാത്ത ചെക്കനാ. അയ്യോ പാവം, വയ്യാത്ത ഒരാളാണ്, കണ്ടാൽ തന്നെ അറിയില്ലേ. എന്ത് ചെയ്യാനാ, സമൂഹത്തിനൊരു ബാധ്യത അത്ര തന്നെ. ഇയാളുടെ കുടുംബം എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ആവണേ മനുഷ്യര്? അമ്മയെ നോക്ക്, എന്തിനാ കരയുന്നേ? എന്തിനാണ് വിഷമിക്കുന്നത്? അമ്മയില്ലേ കൂടെ? ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോ ശ്രദ്ധിക്കാൻ പാടില്ല, അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? വിഷമിക്കാതെടാ, അമ്മയുടെ മോനെ അമ്മയില്ലേ കൂടെ, വിഷമിക്കല്ലേ. സാരില്ലേട്ടാ, പോട്ടെ, നമുക്ക് പോവാം. എനിക്ക് എനിക്ക് അച്ഛ വരുമ്പോ പറഞ്ഞു കൊടുക്കാട്ടോ. ഓട്ടിസ് അവസ്ഥയിലുള്ളവരെ മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണമെങ്കിൽ എന്താണ് ഓട്ടിസം എന്ന് നമ്മളും അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുകയും വേണം. സുഹൃത്തുക്കളെ, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? നമ്മുടെ സംസാരശേഷി, നമുക്ക് ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ്, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ വിവേചന ബുദ്ധി, നമ്മുടെ പരസ്പരമുള്ള ഈ സംഭാഷണം പോലും നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്, അല്ലേ? ആ അമ്മയുടെയും കുഞ്ഞിന്റെയും അവസ്ഥ കണ്ടപ്പോ നമുക്ക് തന്നെ സങ്കടം വന്നില്ലേ? എന്തുകൊണ്ടാ? നമ്മൾ മനുഷ്യരായതുകൊണ്ട്. ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഓട്ടിസം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും വളർച്ചാ ഘട്ടങ്ങളും എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങളും തുനിഞ്ഞിറങ്ങണം. പൊരുളാനായൊരു ജീവിതമേ, ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. കഥയല്ലിത്, നാടകമല്ലിത്, പൊരുളാനായൊരു ജീവിതമേ, ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. മോനെ ശ്രീകുട്ടാ, നോക്കിയേ, അച്ഛൻ കൊണ്ടുവന്ന സമ്മാനം നോക്കിയേ. നോക്കടാ, നമുക്ക് കളിക്കാം. ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ ഒന്ന് നോക്കടാ കുട്ടാ. രശ്മി
ഇഷ്ടപ്പെട്ട് കാണില്ല. എല്ലാ കളറും ശ്രദ്ധിക്കാവുന്നില്ലല്ലോ. ശരിയാ, കുറച്ചായി ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ ഒരു മാറ്റം. ഇവ നമ്മുടെ ലോകത്തേ അല്ല. ഇവിടെ നടക്കുന്നതൊന്നും അറിയാത്ത പോലെ. ഇനി കേൾവിക്കുറവുണ്ടാകുമോ? കേൾവിക്കുറവൊന്നുമല്ല. എന്തായാലും നമുക്കിങ്ങനെ ഡോക്ടറെ കാണിക്കാം. ഭക്ഷണം കഴിക്കാം. മോനെ ശ്രീകുട്ട ഇവിടെ വെച്ച് കളിക്കണ. പക്ഷെ കൊണ്ടുവന്ന് തന്നതല്ലേ, കളിക്കടാ. അച്ഛന് വിഷമാവില്ലടാ ശ്രീകുട്ട. വിഷമൊന്നുമില്ല. അമ്മ എന്നോട് എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. മറുപടി കൊടുക്കണ്ടേ? ധൃതി വെക്കാതിരിക്കൂ. എനിക്ക് അല്പം സമയം വേണം. അമ്മ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കി എടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിപ്പോയി. കളിപ്പാട്ട് ഇഷ്ടായെന്നാ ചോദിച്ചത്. ഇഷ്ടായച്ച എന്ന് മറുപടി പറയാം. അല്ല, ആരോട് പറയാനാ? അവരൊക്കെ എപ്പോഴേ പോയി. നീ കാര്യങ്ങൾ മനസ്സിലാക്കി മറുപടി തയ്യാറാക്കുന്നതൊന്നും അവൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ ശ്രമിക്കാണ്ടല്ലോ, എനിക്കതിന് സാധിക്കാത്തത് കൊണ്ടല്ലേ. എന്റെ അച്ഛൻ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ശരിയായ വിധത്തിൽ അത് മനസ്സിലാക്കാനും അതിന് പ്രതികരിക്കാനുമുള്ള തലച്ചോറിന്റെ പ്രവർത്തനം വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം തലച്ചോറിന്റെ പ്രവർത്തനം നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിനാൽ ഞങ്ങൾ ഈ ലോകത്തെ മനസ്സിലാക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും വേറിട്ട രീതിയിലാണ്. നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതും ഞങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാണ്. പകരം എന്നെ ഞാനായി തന്നെ അംഗീകരിച്ച് കൂടെ നിർത്തിക്കൂടെ? കഥയല്ലിത്, നാടകമല്ലിത്, പൊരുതാനായൊരു ജീവിതമേ, ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. കഥയല്ലിത്, നാടകമല്ലിത്, പൊരുതാനായൊരു ജീവിതമേ, ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. ഞങ്ങളെല്ലാരും കഴിക്കുന്ന ഭക്ഷണം തന്നെയല്ലേ മോനെ അമ്മ തരുന്നത്. പിന്നെ എന്താ ഇങ്ങനെ എപ്പോഴും മഴ വല്ല ഒച്ച കേൾക്കുമ്പോ എന്തിനാ ഇങ്ങനെ ചെയ്ത് അടച്ചു പിടിക്കുന്നത്? എന്താ എന്റെ മോന്റെ ബുദ്ധിമുട്ട്? എപ്പോഴാ എന്നോടൊന്ന് സംസാരിക്കുക? എന്റെ മോൻ മറ്റു കുട്ടികളെ പോലെ എപ്പോഴാ നന്നായി ഭക്ഷണം കഴിക്കുക, ഓടിച്ചാടി കളിച്ച് നടക്കുക? വേണ്ട വേണ്ട, കിട്ടിയതൊക്കെ വാരി വലിച്ചു കഴിക്കേണ്ട.
എനിക്കിതെന്താണെന്ന് മനസ്സിലായില്ല. ആദ്യം ഞാനിതൊന്ന് മണത്തു നോക്കിക്കോട്ടെ. നല്ല മണം. എനിക്കിതിനൊരു കുഴപ്പവും തോന്നുന്നില്ലല്ലോ. മണം മാത്രമല്ലല്ലോ പ്രശ്നം. എന്റെ സംശയം ഇത് കഴിക്കാനുള്ളത് തന്നെയാണോ എന്ന്. ഒന്ന് തൊട്ട് നോക്കിയിട്ട് തീരുമാനിക്കാം ഇത് കഴിക്കാനുള്ളത് തന്നെയാണോ എന്ന്. അയ്യോ, അയ്യേ, വയ്യ, വല്ലാതെ ഒട്ടുള്ളൂ. എനിക്കിതിന് ഒട്ടലും വഴുവഴുപ്പും സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മ എന്നെ നിങ്ങളെ പോലെയാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. സംസാരിക്കാൻ മാത്രമല്ല, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശബ്ദവും മണവും രുചിയും ഇവയെല്ലാം ഒരളവിൽ കൂടിയാലും കുറഞ്ഞാലും ഞങ്ങളിലത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കുന്ന രീതി നിങ്ങൾക്ക് ചിലപ്പോൾ വൈകിട്ടമായി തോന്നാം. നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതും ഞങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാകും. പകരം എന്നെ ഞാനായി തന്നെ അംഗീകരിച്ച് കൂടെ നിർത്തിക്കൂടെ? നല്ലൊരു ലോകം നിശ്ചയമേ. കഥയല്ലിത്, നാടകമല്ലിത്, ഒരു താനായൊരു ജീവിതമേ. ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. Wish you happy birthday. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തൊരു ചെക്കനവൻ! ഒരു നല്ല പരിപാടിയായിരുന്നു. കൊണ്ട് പോണോ എന്റെ മോനാണ്. എന്താണാവോ പറ്റിയത്? എന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തോ വയ്യായിട്ടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. കഷ്ടം. കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പാവം ആ കുടുംബത്തിന്റെ ഒരു വിധി. അയ്യോ, ആകെ ബഹളം. വേണ്ട വേണ്ട, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വന്ന എല്ലാം കൂടെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അങ്ങില്ലാതെയാകും. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തു. എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യേ. പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള വഴി നോക്കിക്കോ, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാം. എനിക്ക് യാതൊരു വയ്യായികയുമില്ല.
എന്റെ ഈ അവസ്ഥയെ വിധിയുടെ മേൽ പഴിചാരുകയും വേണ്ട. ഞങ്ങൾ കാണിക്കുന്ന ചില ശാരീരിക ചേഷ്ടകൾ, ഞങ്ങളിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠകൾ സ്വയം നിയന്ത്രിക്കാൻ കണ്ടെത്തുന്ന മാർഗങ്ങളാണ്. ചില സാമൂഹിക സാഹചര്യം ഞങ്ങളിൽ വളരെയധികം ഉത്കണ്ഠകൾ ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടി, ഫംഗ്ഷൻ, ആളുകൾ കൂട്ടം കൂടി ഉണ്ടാക്കുന്ന തിക്കും തിരക്കും ചൂടുമെല്ലാം ഞങ്ങളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. സമൂഹത്തിലെ അനുചിത നിയമങ്ങൾക്ക് ഇത് ചിലപ്പോൾ അബ്നോർമലായി തോന്നാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകത്ത് നിയമങ്ങളില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങളെ ഞങ്ങളായി തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. ഞങ്ങളായി തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. ഞങ്ങളെ ഞങ്ങളായി തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. ഞങ്ങളെ ഞങ്ങളായി തന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കണം. കഥയല്ലിത്, നാടകമല്ലിത്, പൊരുതാനായൊരു ജീവിതമേ, ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. കഥയല്ലിത്, നാടകമല്ലിത്, പൊരുതാനായൊരു ജീവിതമേ, ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. ഒന്നിച്ചൊന്നായി നിന്നെന്നാൽ നല്ലൊരു ലോകം നിശ്ചയമേ. നമ്മളുടെ കൂടെ കളിക്കില്ല, നിനക്ക് അറിയില്ലേ? നീ വെറുതെ സമയം കളഞ്ഞ നമുക്ക് പന്ത് കളിക്കാം. എനിക്കോ എന്നെ പോലെ ഓട്ടിസാവസ്ഥയിലുള്ള മറ്റൊരാൾക്കോ നിങ്ങളെ പോലെ കൂട്ടം കൂടി നിയമങ്ങളനുസരിച്ച് അതേ താല്പര്യത്തോടെ കളിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ ആഗ്രഹിച്ചാലും ഞങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം അതിനുവേണ്ടി പ്രാപ്തമാകാൻ ധാരാളം പരിശ്രമങ്ങൾ ആവശ്യമായി വരും. ഞങ്ങൾ ഓരോരുത്തരെയും ഓട്ടിസം എന്ന ഒറ്റ പേരിട്ട് വിളിച്ചാലും ഞങ്ങൾ എല്ലാവരും എല്ലാ രീതിയിലും വ്യത്യസ്തരാണ്. ഞങ്ങൾ ഒരുമിപ്പിച്ച് നിർത്തിയാലും ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളും സ്വഭാവ രീതികളും എല്ലാം കൊണ്ടും ഒരാൾ മറ്റൊരാളിൽ നിന്ന് തികച്ചും വിഭിന്നമായിരിക്കും. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ മുതൽ യാതൊരു വികാര വിക്ഷോഭങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല. പകരം അത്തരം ബുദ്ധിമുട്ടുകൾ പോലും ശാരീരിക ചേഷ്ടകളായാണ് പുറത്തേക്ക് വരുന്നത്. എവിടെ ചിരിക്കണം, ഏതവസരത്തിൽ കരയണമെന്ന് പോലും കൃത്യമായ പരിശീലനത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഈ ജീവിതം ഞങ്ങളാൽ തിരഞ്ഞെടുത്തതല്ല. ഞങ്ങളുടെ ഈ വൈവിധ്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഞങ്ങളുടെ ശരീരത്തിലെ ചില ന്യൂറോണുകളും അവയുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായതിന്റെ കാരണത്താലാണ് ഞങ്ങളുടെ ലോകവും ഇങ്ങനെയായത്. ഞങ്ങളെ നിങ്ങളെ പോലെ ആക്കാൻ കഷ്ടപ്പെടുന്നതിന് പകരം ഞങ്ങളെ ഞങ്ങളായി തന്നെ അംഗീകരിക്കാനും നിങ്ങളിൽ ഒരാളായി ചേർക്കാനും ശ്രമിച്ചാൽ അതാവില്ലേ കൂടുതൽ എളുപ്പം. ഇവരുടെ ലോകം എങ്ങനെയാണെന്നോ ഓട്ടിസം എന്ന അവസ്ഥ എന്താണെന്നോ മനസ്സിലാക്കാൻ ഇവരുടെ രക്ഷിതാക്കളായ ഞങ്ങൾക്ക് പോലും ഒട്ടേറെ സമയം വേണ്ടി വന്നു. കൃത്യമായ പരിശീലനങ്ങളിലൂടെയും ചിട്ടയായ ദിനചര്യകളിലൂടെയും ഇവരെ ഏറ്റവും മിടുക്കരാക്കാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായതിനാൽ ഇവരെ സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കാനുള്ള ചുമതലയും കടമയും നമ്മൾക്കുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ ഈ സമൂഹത്തിനും നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇവരായി ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ കൂടി ഉൾച്ചേർന്ന സമൂഹം സൃഷ്ടിക്കേണ്ടത് നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഇവരെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള ഒരു ശ്രമം ഈ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങൾ വിജയിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിക്കടിമപ്പെട്ട ഇന്നത്തെ യുവതയെ പോലെ ഉള്ളവരല്ല നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ. പെറ്റമ്മയെ വെട്ടിക്കൊല്ലാനും സഹപാഠിയെ തലക്കടിച്ചു കൊല്ലാനും ഒരു പരിധിവരെ മാനം പോലും വിറ്റ് ലഹരിക്ക് അടിമയാകാനും പറ്റുന്നവരല്ല ഈ മക്കൾ. കാപട്യം എന്തെന്നറിയാത്ത നിഷ്കളങ്കരാണിവർ. ഇവരെ ചേർത്ത് പിടിക്കേണ്ടത്
നമ്മുടെ ഏവരുടെയും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇവർക്ക് എനിക്കുള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഒരു സ്ഥാനം, ഒരു ഇടം ഈ സമൂഹത്തിൽ ഇവർക്കുമുണ്ട്. അത് നാം മറന്നുകൂടാ. ഇവരെയും ചേർത്ത് പിടിക്കേണ്ടതാണ്. വൈവിധ്യത്തോടെ ജനിക്കുന്നതിലല്ല, വൈദഗ്ധ്യത്തോടെ അല്ലെങ്കിൽ വിവേകത്തോടെ വളർത്തുന്നതിലാണ് കാര്യം. പ്രിയമുള്ളവരെ, വൈവിധ്യത്തോടെ ജനിക്കുന്നതിലല്ല, വിവേകത്തോടെ വളർത്തുന്നതിലാണ് കാര്യം. സഹതാപക സമമെന്നു ചൊല്ലിത്തുടങ്ങുഹേ വേഗം. വിധിയും വിളയാട്ടവും മുൻജന്മ പാപവും പൊള്ളുന്ന വാക്കുകൾ ഉള്ള തറയ്ക്കുന്നു. തലചായ്ക്കാനിട നെഞ്ചും ഒരു താരാട്ടും വളരാതെ വളരുവാൻ തുണയുമുണ്ടെങ്കിലും അതുമാത്രമാണെനിക്കെന്നുമേ വേണ്ടു. ഇന്നിന്റെ ഇന്നിലായി ജീവിച്ചിരിക്കുവാൻ. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അമ്മയിലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായ ശ്രീ സച്ചിൻ സജു ആണ്. ഇതിന്റെ ഈ ഒരു തെരുവ് നാടകത്തിന്റെ ഫീമ, ഞാൻ അപർണ, ഞാൻ സുമൈബാൻ, ഞാൻ സച്ചിൻ. കാണുക, തിരിച്ചറിയുക, മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി. ഒരുപാട്.